പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ 29ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യം നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരു ലോകോത്തരമായൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പ്രത്യേകം യൂണിയൻ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എടുക്കും പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഭരണപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും ലിസ്റ്റിൽ കുറേ വിഷയങ്ങളുണ്ട്. കുറേ വിഷയങ്ങൾ സ്റ്റേറ്റിൻ്റെ തനത് പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം, പരമാധികാര രാഷ്ട്രമാണ്. അപ്പോൾ ഈ 78 വർഷത്തിനുള്ളിൽ നമ്മൾ നല്ല പുരോഗതി നേടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നേടിയ പുരോഗതി നമ്മുടെ ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ഒരു വൈരുദ്ധ്യമാണ്. കാരണം ഏതാണ്ട് 70-80% വരുന്ന സാധാരണക്കാർ, ഇടത്തരക്കാർ, ഇടത്തരക്കാർ, താഴെത്തട്ടിലുള്ള ഇടത്തരക്കാർ, ദാരിദ്ര്യരേഖയിലുള്ളവർ, അതിന് താഴെയുള്ളവർ, ഇങ്ങനെയുള്ളതായിട്ട് ഒരു 70-80% വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന അവർക്ക് അർഹമായ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഒന്നും കൃത്യമായി എത്തിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ലഭ്യമാക്കാനായിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഭരണഘടനയിലെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭരണഘടനയുടെ അന്തസ്ഥത അനുസരിച്ച് അതിനുള്ളിൽ നിന്ന്, അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് പോകേണ്ടതാണ്. എല്ലാ വ്യവസ്ഥകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇത് വലിയ മാറ്റം നമ്മൾ കാണുകയാണ്. അപ്പോൾ നിയമത്തിൻ്റെ വാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമമായിട്ടുള്ളത്. ഭരണഘടനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ കാണും, വ്യത്യാസങ്ങൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ പല ഭരണാധിപന്മാരും നേതാക്കന്മാരും ഒക്കെ വേദികളിൽ പറയാറുണ്ട്, നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ വശം. പക്ഷെ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അധികാരവും സ്വാധീനവുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അധികാരത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നിയമത്തെ അവരുടെ ഇഷ്ടമുള്ള വഴിക്ക് തിരിച്ചു വിടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ തലത്തിലും, പ്രാദേശിക ഭരണ തലത്തിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാകട്ടെ, പോലീസ് സ്റ്റേഷനുകളിലാകട്ടെ, മറ്റ് റവന്യൂ ഭരണ സംവിധാനത്തിലാകട്ടെ, ആരോഗ്യ സംവിധാനത്തിലാകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ഒക്കെ അധികാരമുള്ളവർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിയമത്തെ വഴിതിരിച്ചു വിടുക, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുക. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴപ്പോൾ ഇതൊന്നും തിരുത്താനായിട്ട് ആവശ്യപ്പെടാനോ ഒന്നും പറ്റില്ല. കാരണം അത് വലിയൊരു പ്രോസസ്സാണ്. ഒരു ഉദ്യോഗസ്ഥന് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് കാര്യം ചെയ്താൽ നമുക്കത് വെറുതെ ഇങ്ങനെ പ്രതിഷേധിക്കാം. പക്ഷേ അതിനെ ചോദ്യം ചെയ്ത് അത് തെറ്റ് തിരുത്തണമെങ്കിൽ വലിയ ദീർഘമായ ഒരു പ്രോസസ്സാണ്. നമ്മളതിന് മേലധികാരിക്ക് പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RT എന്ന് പറയുന്ന നമുക്ക് വല്ല വിപ്ലവകരമായ ഒരു വകുപ്പ് നമ്മൾ കൊണ്ടുവന്നതാണ്. RT അനുസരിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി പറയുന്നു. ആ മറുപടിയായിട്ട് നമ്മൾ പത്രക്കാരുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുന്നു, അല്ലെങ്കിൽ കോടതിയിൽ പോകുന്നു. അപ്പം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞത് വലിയ ഒരു നടപടിക്രമമാണ്. സാധാരണ മനുഷ്യർക്ക് അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് അപ്രാപ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഏത് തരത്തിലും കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വലിയ പ്രശ്നം. നമ്മുടെ ഭരണത്തിൻ്റെ വേഗത കുറയുക, നടപടികൾ പൂർത്തിയാകാതിരിക്കുക, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ നിയമത്തെ സ്വന്തം വഴിക്ക് അധികാരം കൈയാളുന്ന ആൾ അവരുടെ ഇഷ്ടമുള്ള വഴിക്ക് നിയമത്തെ നയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ വർഷവും. നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാൽ അറിയാം. അതായത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വിഷയങ്ങളുണ്ട്. നമ്മുടെ വഴി, റോഡ് നന്നാക്കുന്നത് മുതൽ പാലം കിട്ടുന്നത് മുതൽ, അല്ലെങ്കിൽ മരുന്ന് സർക്കാരിലേക്ക് മരുന്ന് വാങ്ങിക്കുന്നത് മുതൽ, മരുന്ന് കൊടുക്കാനായിട്ട് ആളെ വെക്കുന്നത് മുതൽ, അതിൽ ഡോക്ടറെ വിനിയോഗിക്കുന്നത് മുതൽ എന്ന് വേണ്ട നമുക്ക് എല്ലാ തലത്തിലും ഈ നിയമത്തെ സ്വന്തം വഴിക്ക് നയിക്കുന്ന ഭരണാധികാരികൾ ആണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഇവരോടെല്ലാം വഴക്കുണ്ടായിക്കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടമായിട്ട് മാറ്റാനൊക്കെയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് നിയമത്തിൻ്റെ മേലെ കടക്കാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അതിന് നമ്മുടെ ജുഡീഷ്യറി പോലുണ്ട്. നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ ഒക്കെ നിയമത്തെ അവർ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് കയ്യിലെടുത്ത് അവരെ വിനിയോഗിക്കുക.
സാധാരണക്കാർക്ക് ചോദിക്കാൻ സാധിക്കും. നമ്മൾ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം നമ്മൾ നോക്കണം. ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം, അവരുടെ വേതനം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഒരു മറുവശത്തു നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ പോലും കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം ഒരു PSC അംഗത്തിന് കൊടുക്കുക എന്ന് മന്ത്രിസഭ അങ്ങ് തീരുമാനിക്കുന്നു. അപ്പോൾ PSC അംഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമുക്ക് വിചാരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ 5 വർഷം 6 വർഷം ഒരു ആൾ PSC സ്ഥാനത്ത് പ്രവർത്തിച്ചാൽ അവർക്ക് ആജീവനാന്ത പെൻഷൻ കിട്ടും, അവരുടെ കുടുംബത്തിന് പെൻഷൻ കിട്ടും, അവർക്ക് വാഹനം, താമസ സൗകര്യം, ചികിത്സാ ചെലവ്, ഇത് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നുമില്ല. 4.25 ലക്ഷം രൂപ ആ കണക്കിനാണ്. അത് ഒരു 2.5 ലക്ഷം രൂപയ്ക്കാണ് പെൻഷൻ കിട്ടുക. അപ്പോൾ ഇതിനകത്തൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു PSC അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം യോഗ്യത ഒരു ഡിഗ്രി, അതായത് ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഒരു ബിരുദധാരി ആയിരിക്കണം എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു നിയമം വെച്ചത്, ഒരു ചട്ടം വെച്ചത് എന്താ അർത്ഥത്തിലാണ്? അവർ അന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഉള്ള ആളാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അതിന് 1947 മുമ്പ് നമ്മുടെ ഭരണഘടനയൊക്കെ തയ്യാറാക്കുന്ന കാലത്ത് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്. ഒരു കോളേജിൽ ഇൻ്റർമീഡിയറ്റ് എന്നൊക്കെയാണെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പം അങ്ങനെ ആ കാലത്തെ വളരെ അപൂർവങ്ങളായിട്ടുള്ള വ്യക്തികൾ പഠിച്ച് അവരുടെ അനുഭവ പരിചയവും യോഗ്യതകളൊക്കെ വെച്ചുകൊണ്ട് അവരെ മെമ്പറാക്കുന്നു. ഇപ്പോൾ അത് വന്നിട്ട് ആരെ വേണേലും ആക്കാം. ഡിഗ്രി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി പൈസ കൊടുത്താൽ കിട്ടും. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പണം അടച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വേണേൽ പരീക്ഷ എഴുതിക്കോളും. പരീക്ഷ എഴുതിയാലും കുഴപ്പമില്ല, ഡിഗ്രി കിട്ടും. ഡിഗ്രി മാത്രമല്ല, അതിൻ്റെ ബിരുദാനന്തര ബിരുദവും കിട്ടും, ഡോക്ടറേറ്റും കിട്ടും. അപ്പോൾ ഡോക്ടറേറ്റ് നേടുക അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാം. എല്ലാം വാടകയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്ന ഒരു കമ്പോള സംസ്കാരത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എന്തും കിട്ടും. ഡോക്ടറേറ്റിന് വേണമെങ്കിൽ തീസിസ് എഴുതി കൊടുക്കുന്നവരുണ്ട്. അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും. ഈ പറയുന്ന അത് കിട്ടുന്ന ആൾ അത് കണ്ടിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. അപ്പം അങ്ങനെ ഉള്ള ആ ഇതിൽ എന്തുകൊണ്ട് ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂട്ടിക്കൊടുക്കുന്ന ശമ്പളവും കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്ന വലിയൊരു തുക, വൻ തുകയാണത് അല്ലേ. ഏതാണ്ട് 48 ഒരു 1/2 കോടി രൂപയാണ് ഒരു വർഷ ശമ്പളം. 6 വർഷം കൊണ്ട് 3 കോടി രൂപ ആയുഷ്കാല പെൻഷൻ. അത് വലിയൊരു തുകയാണ്. അപ്പോൾ ഇത്രയും തുക നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു 2-3 കോടി രൂപ ഇപ്പോൾ അടയ്ക്ക്, നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നില്ലേ. അപ്പം അങ്ങനെ പണം അടച്ച് അംഗത്വം നേടുന്നവർ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടുന്നവരുടെ ഒരു നാടാണ് നമ്മുടെ രാജ്യം, കേരളം പ്രത്യേകിച്ച്. അപ്പം ഇങ്ങനെ ഇത് നിയമത്തെ വഴിതിരിച്ചു വിടുക, അതായത് നിയമം പാലിക്കാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നവർ, നമ്മൾ സാധാരണ അന്നത്തെ ഭരണഘടനാകർത്താക്കൾ എന്ത് വിചാരിച്ചിട്ടുണ്ടോ, ഇവരൊക്കെ സത്യസന്ധമായിട്ട് പെരുമാറുകയുള്ളൂ, മാന്യന്മാരായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അന്ന് നമ്മുടെ ഭരണഘടനാകർത്താക്കൾ പിതാക്കന്മാർ ഈ ഭരണഘടന തയ്യാറാക്കിയത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ വഴിക്ക് വിടാതെ നിയമത്തെ സ്വന്തം വഴിക്ക് നയിക്കുന്ന ഒരു സംസ്ഥാനം, രാജ്യം, അവിടെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതമാണ് ഉണ്ടാവുക, എന്ത് നീതിയാണ് ലഭിക്കുക. അപ്പോൾ ഈ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ്. ഈ പ്രതിസന്ധിയെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഇടപെടാനായിട്ട് നമുക്ക് വേറൊരു രാജ്യത്തോടോ അല്ലെങ്കിൽ വേറൊരു ഏജൻസിയോടോ ആവശ്യപ്പെടാൻ കഴിയില്ല. നമ്മൾ തന്നെ മാറ്റി വെക്കുകയുള്ളൂ. നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ഇടപെടണം. അങ്ങനെയുള്ള ഇടപെടൽ ജനാധിപത്യത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു.